ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വസീല വ്ളോഗ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ റെഡ് ദാൽ കൊണ്ട് ഒരു സോഫ്റ്റ് സ്പോഞ്ച് പോലെ ഒരു ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഈ നോമ്പിനൊക്കെ നല്ല അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ ഇതാ കണ്ടോ, നല്ല സ്പോഞ്ച് പോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചുവന്ന പരിപ്പ് കൊണ്ട് നമുക്ക് എങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ചുവന്ന പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതൊന്ന് കഴുകി കുതിർത്ത് എടുക്കണം. പിന്നെ പച്ചരി, ഉലുവ ഒക്കെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുതിർത്ത് വെക്കാം കേട്ടോ. ഇനി നമുക്കിത് മിക്സിയിൽ നന്നായിട്ട് തരിയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് ചോറ്, ഒരു സ്പൂൺ ഈസ്റ്റ്, അര സ്പൂൺ അപ്പസോഡ എന്നിവയൊക്കെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇനി അതും നന്നായിട്ടൊന്ന് അരച്ച് നമ്മുടെ ചുവന്ന പരിപ്പ് അരച്ചതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് കിട്ടുക. അധികം വെള്ളം ഇല്ലാതെ അരിച്ചെടുക്കേണ്ടത്. ഒരുപാട് വെള്ളം ചേർക്കരുത്, ആവശ്യത്തിന് മാത്രം ചേർക്കണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. പാത്രത്തിൻ്റെ മുകളിലേക്ക് വരെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനിയും പൊങ്ങി വരും, പാത്രം കവിഞ്ഞൊഴുകും കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു ഇഡ്ഡലി ചെമ്പ് വെച്ച് നമുക്ക് ഇതുപോലെ ഇഡലി പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇഡലി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. നമുക്ക് ഇതാ കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയില്ലേ, നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് പതഞ്ഞ് വന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് ഇഡലി ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡലി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇതാ കണ്ടോ, നന്നായിട്ട് ഒട്ടാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് സ്പോഞ്ച് പോലത്തെ ഇഡ്ഡലിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.